ഇത് ടെസ്റ്റിനുള്ള ഫോം കിട്ടിയിട്ടാ. ഇനിയിപ്പോൾ ഇവിടെ കൊടുക്കണം, ടെസ്റ്റ് ചെയ്യണം. 10 മിനിറ്റിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. देने था उसको चुना ये दास्तान हमें वक्त ने कैसी सुनाई. हम जो अगर है गमगीन वो भी उधर खुश तो नहीं. मुलाकात में है जैसे गुल सी. ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം നിന്നത് ഇവിടെ ടെൻ്റ് അടിച്ചേ. ആരോടും ചോദിച്ചില്ല, ഈ കടൻ്റെ മുന്നിലാണ് അടിച്ച്. ഇവിടെ ഒരു ധാബുണ്ട്. അപ്പോൾ ആ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞ് ഈ ധാബയെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കും. ധാബയിൽ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ നേരെ ഇവിടെ വന്ന് അങ്ങ് ടെൻ്റ് അടിച്ച്. ഇനിയിപ്പോൾ നമുക്കൊരു 23 കിലോമീറ്റർ, പിന്നെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ബോർഡർ എടുക്കും. സമയം 7 മണിയാവാനായി. അപ്പോൾ നമുക്ക് മെല്ലെ ഇറങ്ങാം. പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങാം കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് ഇനി ടെസ്റ്റും കാര്യങ്ങളുണ്ട്. കുറച്ചങ്ങ് പോയിട്ടൊരു ചായ കുടിക്കണം. ഇന്നലെ നല്ല ഉറക്കം ഇറങ്ങിട്ടോ. എന്നുവെച്ചാൽ എൻ്റെ കാലിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇന്നലെ. അത്രയും കിലോമീറ്റർ ഓടിയല്ലേ അതിൻ്റെ. 10 മണി 11 മണി ആയപ്പോഴേക്ക് ഞാൻ വീഡിയോൻ്റെ കുറച്ച് പണികളുണ്ടായിരുന്നു. അത് വേഗം തീർത്തിട്ട് ഞാൻ കിടന്നുറങ്ങി. ഇന്നിപ്പോൾ നമ്മൾ ജമ്മു കാശ്മീരിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ റേഞ്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എവിടെന്നെങ്കിലും വൈഫൈ കിട്ടിയാലേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നോക്കട്ടെ, എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. നൈസായിട്ട് തണുപ്പാട്ടാ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. നൈസ് തണുപ്പ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. നമ്മൾ മാപ്പിൽ നോക്കിയപ്പോഴേ നമ്മളിപ്പോൾ ഈ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൻ്റെ ബോർഡറിൻ്റെ സൈഡിൽ കൂടെയാണ് പോണത്. പക്ഷേ ഞാൻ അവിടെ ചായ അടിക്കാൻ ഒരു കടയിൽ കയറി. ആളോട് ചോദിച്ചു ഞാൻ ഇത് ഹിമാചലല്ലേ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് ഇത് പഞ്ചാബാണെന്ന്. ഇങ്ങോട്ട് ഈ ഏരിയയൊക്കെ എത്തിയപ്പോത്തിന് കയറ്റം തുടങ്ങിയിട്ടാ. 10 12 കിലോമീറ്റർ. ഇപ്പോൾ ഒരു കയറ്റം, 2-3 കയറ്റം കഴിഞ്ഞിപ്പോൾ. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലൂടെ കേട്ടാ. നമ്മുടെ യാത്രയിലെ 12ാമത്തെ സംസ്ഥാനം. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഹിമാചൽ പ്രദേശ് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും ഹിമാചൽ പ്രദേശിൽ. 12ാമത്തെ സംസ്ഥാനം കുറച്ച് നേരം, ഒരു 10 കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ 13ാമത്തെ സംസ്ഥാനം കയറാൻ പോവാട്ടാ. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ. ഭയങ്കര കയറ്റട്ടെ. ഞാൻ അവിടുന്ന് കയറിയിട്ട് കൊണ്ട് വന്ന് ഈ ബസ് കംപ്ലൈൻ്റ് ആയത് തന്നെ. ഇവിടെ ഒരു ലോറി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. കയറ്റെന്നൊക്കെ പറഞ്ഞാണ്ടല്ല, മാരക സാധനം. ഇതിനൊരു അവസാനം ഇല്ലേ. 2-3-4 കിലോമീറ്റർ ആയിട്ട് കേരളം തുടങ്ങിയിട്ട്. ഇനി എത്ര ഉണ്ടെന്നൊരു പിടുത്തമില്ല. കയറിക്കൊണ്ടിരിക്കുക. യെസ്, തീർന്നിട്ടോ. ഇനി അങ്ങോട്ട് ഇറക്കാൻ തോന്നണേ. ഇവിടെ ഒരു മന്ദിറുണ്ട്. ആൾക്കാരൊക്കെ നിർത്തണേ. നമുക്ക് ഇനി ഇറങ്ങാം. कैसे कहे क्या है सितम सोचते हैं अब ये हम. कोई कैसे कहे वो है या नहीं हमारे. करते तो है साथ सफर, फासले है फिर भी मगर जैसे मिलते नहीं किसी दरिया के दो किनारे. पास है फिर भी पास नहीं,
इश्क एक दीवार है जैसे धर्मिया सारे सहमी नजारे है सोए सोए കയറിയതിനനുസരിച്ചൊരു ഇറക്കം കിട്ടിട്ടാ പടേന്ന് പോകുന്ന 2-3 കിലോമീറ്റർ പൊളി. പത്താങ്കോട്ട് എത്തിയിട്ടപ്പോൾ നമ്മൾ ഇനി ഇവിടുന്നൊരു 10-15 കിലോമീറ്ററും കൂടിയാണ് ബോർഡർക്ക്. ഇപ്പം നമ്മൾ ഹിമാചലിന് ഇവിടേക്ക് പോകുന്നിട്ടപ്പോൾ പഞ്ചാബിക്ക് തന്നെ പോകുന്നു. ഇനി കുറച്ചു നേരം പഞ്ചാബിൽ റൈഡ് ചെയ്യാം. സമയം 10 മണിയായിട്ടാ. പക്ഷെ ഉണ്ടല്ലോ എന്ത് സുഖാരിയ റൈഡ് ചെയ്യാൻ. അറിഞ്ഞ നല്ല തണുപ്പാ. വെയിലടിക്കുന്നുണ്ട് പക്ഷെ വെയിലിൻ്റെ ചൂടില്ല, തണുപ്പാ. നല്ല അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ക്ഷീണമില്ല. ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഒരു 15 കിലോമീറ്ററും കൂടി ഉണ്ട് ബോർഡർക്ക്. ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മൂന്നാർ പോകുമ്പോഴേ അയ്യോ മൂന്നാർ പോകുമ്പോൾ അവിടെ KSRTC സ്റ്റാൻഡ് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു സ്ഥലമുണ്ട് ഇതുപോലെ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ അതായിട്ട് ഓർമ്മ ഉണ്ട്. അടിപൊളി യൂക്കാലിപ്സിൻ്റെ മരമാണ് തോന്നുന്നത്. ഇനി ബോർഡർക്ക് ഒരു 4 കിലോമീറ്റർ കേട്ടോ. കടത്തി വിട്ടാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ ഒന്നും അറിയില്ല. കടത്തി വിടുമായിരിക്കും. നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് അത് സൈക്കിള് ചവിട്ടി വന്നതല്ലേ. നോക്കാം. മുന്നിലേക്ക് കുറേ മലകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ കയറണ്ടേന്ന് ആലോചിക്കുമ്പോഴാ. ഈ നദി का नाम क्या है? नदी का पानी रावी दरिया रवि दरिया റാവി നദി. റാവി നദി കേട്ടോ. ഇവിടുന്ന് 22 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനാണ്. ये पाकिस्तान में पहुंच जाएगा. इससे पानी जो जाता है ना सीधा वो सीधा हो जाता है पाकिस्तान से होकर. तो उधर ही सिक्योरिटी वगैरह होता है. बॉर्डर है वहाँ. इधर से 22 थोड़ा सा दूर जा तो बॉर्डर है इधर पे. वो पानी में लगा हुआ जाल वगैरह. मेरा घर पता कहाँ पे है? वो सामने टावर दिख रहा है. वो टावर घर के पास है. सामने जो कोठी नहीं दिखाई दे रही वहाँ पे हमारा घर. आप पाकिस्तान से पास है? हाँ हम तो इधर घूमते रहते हैं. वैसे ही घूमते हैं. कभी इधर को चले गए कभी इधर. पाकिस्तान में चलते आप? नहीं वो चल हाँ जहाँ फोन नहीं चलेगा. इधर से पोस्ट पेड नंबर है कि जहाँ प्रीपेड है? प्रीपेड है. मुझे ये चले वो पता है. नहीं चलेगा इधर. हाँ पोस्ट पेड कराना पड़ेगा आपको वहाँ से आगे दुकान से. पोस्ट पेड होगा तो चलेगा. पोस्ट पेड होगा फिर तो आप जिधर मर्जी चला सकते हो. नहीं इसका जरूरत ही नहीं है. फिर भी चलो कॉल वगैरह करते. कॉल वगैरह उतना ज्यादा कॉल नहीं आते हैं मुझे. नेट भी नहीं चलेगा. नेट भी वाईफाई मिलता है ना. सही कहा. वो तो होटल में मिलेगा ना. हाँ होटल से ही मिलेगा ना वाईफाई. ഈ പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് ഇട്ടില്ല കേട്ടാ. ये जो घूम के जा रहा है ना इधर से. हाँ नेट बैंड किया हुआ. हाँ वो सामने देखो ट्रेन आ रहा है ना. हाँ वो ट्रेन से थोड़ा सा आगे जाके बॉर्डर है वहाँ पे. वो सामने से ये ट्रेन में जाएगा तो पाकिस्तान देख कर सकता है. नहीं देख नहीं सकता. बॉर्डर साइड पड़ गया ना. किनारा है. वो किनारा है. बहुत ही किनारा होता है. वहाँ से गुजरेगा आगे ऐसे दीवार है. बहुत बड़ी दीवार है. उस पे लगा हुआ है करंट वगैरह लगा. जा नहीं सकता वो देख सकता है. देख सकता है. जा नहीं सकता. പോകാൻ പറ്റൂല കാണാൻ പറ്റും. वहाँ भी खेत होते हैं. वो काम कुम करते हैं. ओ ऐसा ही है ना. हमारा देश कैसा है वो ऐसा ही है उधर. हमारा ही वही हमारा ही बाकी है ना वो. ഇവിടെ മുതൽ അങ്ങ് നെറ്റ് കിട്ടൂല കേട്ടോ. ഇവരെന്നെ RT-PCR എടുത്തരാന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അവർ വഴിയിൽ നിന്ന് കണ്ടതാ. അപ്പം എൻ്റെ പിന്നാലെ കൂടി ഞങ്ങൾ ഈ പാലം മൊത്തം സംസാരിച്ചുകൊണ്ട് നടന്ന്. ഇനിയിപ്പോൾ അവർ RT-PCR എടുത്തരും. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ പരിപാടി എടുത്തരാറുണ്ട്. അൻസലും തോയി പിന്നില്ല. അവർ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇവിടെ ഉണ്ട് ടെസ്റ്റ് ചെയ്യണത്. അതിനൊരു ഫോം വേണം. ആ ഫോം വാങ്ങാൻ അവർ രണ്ടുപേരും പോയി. ഇനി ഇവിടുന്ന് ആ ഫോം പൂരിപ്പിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യണം. പട്ടാൾക്കാരൊക്കെ നോക്കണേ.
ये बड़ा चेकिंग ഇവിടെ ഫോം ഇട്ടണ അവർ അങ്ങോട്ട് എന്തിനാ പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഫോം ഇട്ടു. ഇവിടുത്തെ സ്ഥലമുണ്ട്. भैया श्रीनगर जाने का RT-PCR का फॉर्म उधर ही है. വെയിറ്റ് ചെയ്യട്ടാ, ഫോം പൂരിപ്പിക്കട്ടാ. इधर यात्रा करने जा रहे हो? ये सब घूमने के लिए घूमने के लिए. ഇത് ടെസ്റ്റിനുള്ള ഫോം കിട്ടിയിട്ടാ. ഇനിയിപ്പോൾ ഇവിടെ കൊടുക്കണം, ടെസ്റ്റ് ചെയ്യണം. 10 മിനിറ്റിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. അവരിതുവരെ വന്നിട്ടില്ല. रिजल्ट को कितने टाइम लगेगा भाई? रिजल्ट को 10 मिनट्स. ठीक है. ഓ കിളി പോയിട്ടാ പടൗട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് പരിപാടി എടുത്ത്. അപ്പം നമ്മളവിടെ നന്നായിട്ട് ഇറക്കിയിട്ട് എടുക്കും. റിസൾട്ട് ഇട്ടട്ടെ. ഞങ്ങളിവിടെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടാ. ടെസ്റ്റ് റിസൾട്ട് കാണണ്ടേ? നെഗറ്റീവ്. ഇത് എന്താ എഴുതിക്കണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആ നിങ്ങളത് നെഗറ്റീവ് എന്ന് എഴുതിക്കണല്ലേ? ഉണ്ട് ഇങ്ങനെ നെഗറ്റീവ് എന്ന് ഇങ്ങനെ വരച്ചിട്ടിട്ടാണ്. രണ്ട് പുള്ളികളെ നമുക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടി. മറ്റു പെണ്ണ് സാലാപ്പൻ ഈ ഒരാളെ അല്ല പിന്നെ അല്ല രണ്ട് ദിവസം മുന്നത്തെ അവസ്ഥ നമ്മള് ട്രോൾ ചെയ്യാണ്ടല്ല, വിളിച്ചെടുക്കൂല. ഓക്കെ പവർ ആയിട്ടുണ്ട് കേട്ടോ. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മ ജമ്മുവിലെ കളികളാണ്. ജമ്മുവിൽ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അറിയോ? അതെ റേഞ്ചില്ല. ഞാൻ കരുതി കൂട്ടിയിട്ട് സിം എടുക്കാം. ഇവിടുന്ന് സിം ഇട്ടു. ആ പക്ഷെ ഞാൻ എടുക്കായിയാണ്. എന്നുവെച്ചാ കുറച്ച് ദിവസം നെറ്റ് ഇല്ലാതെ ഇരുന്ന് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. നമ്മൾ എന്നും ഫോണിലും നെറ്റിലും ബിസി ആയിട്ടിരിക്കല്ലേ. കുറച്ച് അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് ദിവസം നിന്ന് നോക്കാം. എന്തായാലും എവിടെയെങ്കിലൊക്കെ വൈഫൈ കിട്ടും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ. അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെ അതിൽ ഞങ്ങൾക്ക് 2 ഫുഡ് കിട്ടിയിട്ടാ. അവിടുന്ന് കിട്ടിയതാ. ഇവിടെയാണ് ടെസ്റ്റ് ചെയ്യണ ഏരിയ കേട്ടാ. ഇത് നേരെ അങ്ങനെയാണ് നമുക്ക് പോകാനുള്ളത്. ആ കാണുന്നു ബോർഡർ. എന്നാ ഫുഡ് കഴിച്ചാലോ? എവിടെ മറ്റേ എഴുതിയേക്കണേ? ആ അത് അവിടെയാണ് നമുക്ക് പോണ കഴിക്കാം. ഫുഡ് കഴിച്ചാലോ? ആ വീഡിയോ ഒക്കെ ചെയ്യട്ടാ. ഫോട്ടോ എടുക്കണം. കൊടി കിട്ടിയ എനിക്ക് ഇല്ല. നീ ആള് 10ാം കോട്ട ഉണ്ടായിട്ട് ഒന്ന് അന്വേഷിച്ച് ഇവിടെ ഇരുന്നാ നീ കിട്ടൂല. ഇനിയിപ്പോ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ലോ. സിറ്റി നോക്കണം. അതുകൊണ്ടൊക്കെ പൂച്ച ഐ പെർഷ്യനാ. എന്നാ ഫുഡ് കഴിക്കാം. അങ്ങനെ ടെസ്റ്റ് നെഗറ്റീവായി നമ്മള് പോവല്ലേ? കേറല്ലേ? പൊളി. നമ്മള് ബോർഡർ കയറട്ടാ. ഇപ്പം തന്നെ റേഞ്ചൊക്കെ പോയി. റേഞ്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ റേഞ്ചില്ല കുറച്ച് ദിവസം പോവാ. നമ്മൾ കുറേ കാലം നെറ്റും റേഞ്ചൊക്കെ ആയിട്ട് ജീവിച്ചില്ലേ. റേഞ്ചില്ലാത്തൊരു ജീവിതം എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോക്കി നോക്കാം.
एक हाँ वही टेस्ट പൈസ ഒന്നും കൊടുക്കണ്ട പടപടയൊന്നും പരിപാടി ഇടുന്നില്ലേ ആ എന്നോട് അയച്ച് വാക്സിൻ അടിച്ചിക്കണമെന്ന് ഒരു നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല വിചാരിച്ചിട്ടേ ഇവിടെ അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ പടപടയെന്ന് പരിപാടി ഇടുന്നുണ്ട് കാണിച്ചു കൊടുത്താൽ അപ്പം അങ്ങ് കയറിപ്പോ ആ ദേക്കില്ലേ സീനൊന്നുമില്ല ഒരു പ്രശ്നമില്ല രണ്ടായിട്ടാ അൽഹംദുലില്ലാ യെസ് വെൽക്കം ടു ജമ്മു ആൻഡ് കാശ്മീർ ഈ ബോർഡങ്ങ് കടക്കുമ്പോഴേ വേറൊരു രാജ്യത്തേക്ക് കടക്കണ പോലെ കേട്ടാ നെറ്റില്ല റേഞ്ചില്ല നമ്മുടെ സിമ്മ് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് കേട്ടോ വേറൊരു രാജ്യത്തിൻ്റെ ബോർഡർ ക്രോസ് ചെയ്ത പോലെ ഇപ്പോൾ ജമ്മുവിൻ്റെ ബോർഡർ ക്രോസ് ചെയ്ത് അത്രത്തോളം നമുക്ക് ഒരു നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു സുഖം കിട്ടുക വേറൊരു രാജ്യത്തേക്ക് കടന്ന പോലെ ഈ ബോർഡറിങ് കടന്നപ്പോൾ വേറൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലത്തെ ഒരു ബോർഡാണ് സോ ഹാപ്പി എൻ്റെ സന്തോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല അത്ര ഉണ്ട് കാരണം വെച്ചാൽ അത്രയും ദിവസം നമ്മൾ യാത്ര ചെയ്തിട്ട് ഇങ്ങനെ എത്തിയിട്ട് ഈ ഒരു ബോർഡ് കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യട്ടാ പിന്നെ നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്തില്ലേ 2 ഡോസ് വാക്സിൻ എടുത്ത ആൾക്കാർക്ക് കൊറോണ ടെസ്റ്റ് ഇല്ല കേട്ടോ ഒരു ഡോസോ അല്ലെങ്കിൽ തീരെ എടുക്കാത്ത ആൾക്കാർക്ക് കൊറോണ ടെസ്റ്റ് ഉണ്ട് അതും ഒരു വേണോ വേണ്ടേച്ചിട്ടുള്ള കൊറോണ ടെസ്റ്റ് അത് RT-PCR എന്നല്ല ആൻറ്റിജൻ വെറും 4 മിനിറ്റ് ആ 4 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റിസൾട്ടും കിട്ടും കയറി പോവുകയും ചെയ്യാം കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു തിരക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വിചാരിച്ച് കുറേ 1 മണിക്കൂറൊക്കെ അവിടെ നിൽക്കേണ്ടി വരും റിസൾട്ട് കിട്ടാനെന്നൊക്കെ പടപടേന്ന് പരിപാടിയായിരുന്നു ഇവിടെ റൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ എനിക്കെന്താ പറയണ്ടെന്ന് അറിയണില്ല കയറിയ പാട് ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടാണ് നമ്മൾ ഈ ടോളിൻ്റെ ഭാഗത്തെത്തും അവിടെ റൈറ്റ് സൈഡിൽ ഒരു കട ഉണ്ട് സിമ്മിന് 400 രൂപ അതിൽ ഒരു മാസത്തേക്ക് ഡെയിലി 5 GB എന്നുള്ള കണക്കിൽ ഡാറ്റ ഉണ്ടാവും അൺലിമിറ്റഡ് കോള് SMS ഒക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എടുക്കുക അത് ഇനി ഇവിടെ റേറ്റ് കൂടുതലാണോന്ന് അറിയില്ല ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഡൽഹിയിലൊന്ന് ചോദിച്ചു നോക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പോസ്റ്റ് പെയ്ഡ് സിമ്മ് ചോദിച്ചു നോക്കുക എത്ര റേറ്റ് വരുന്നതെന്ന് അതിനനുസരിച്ച് ചെയ്യാം ഇവിടെ ഇതാണ് റേറ്റ് കേട്ടോ 400 രൂപക്ക് ഡെയിലി 5 GB ഒരു മാസത്തേക്ക് ടോൾ ജമ്മു കാശ്മീരിൽ കയറിയിട്ട് ആദ്യത്തെ ചായ കേട്ടോ ഇവിടുത്തെ ചായൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണം അല്ല ഉപ്പിട്ടുണ്ടെങ്കിൽ ഇവരെന്താ ഉണ്ടാക്കണമെന്ന് നോക്കട്ടെ അത് കുടിക്കാം ഇവിടുത്തെ ടേസ്റ്റ് നമ്മൾ അറിയണ്ടേ എന്ത് ചായ ഉണ്ടാക്കണമെന്ന് അറിയാലോ നമുക്ക് പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയണടാ ആണ്ടേ ആ ചായ പറഞ്ഞേക്കണ എന്ത് ഇട്ടിട്ടുള്ള ചായ ആണെന്ന് നോക്കാം നമ്മൾ കയറിയ പാട്ടുള്ള ആദ്യത്തെ ചായ അല്ലേ നോക്കാം നമുക്ക് ये टूट गया सबका कैसे वो ये रास्ते में लगे है ना तो इसका ये वेट मेरी स्कूटरी के साथ लगा दे ആ ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കി വെച്ചടാ എൻ്റെ ബൈക്ക് സൈക്കിളിൻ്റെ അപ്പുറത്ത് വെച്ചോ ചായ കിട്ടിട്ടാ നോർമൽ ചായ കുറച്ച് കടുപ്പം കൂടുതലുണ്ട് ഞാനൊരു ബ്രെഡ് ബട്ടറൊക്കെ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്യുന്നുണ്ട് 10 റുപ്യുള്ളൂ 2 ബ്രെഡ് ഇങ്ങനെ ബട്ടറൊക്കെ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും പറഞ്ഞ് അതും കഴിച്ചിട്ട് മെല്ലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്
ഒരാളിത് ഇവിടെ ഇരുന്നിട്ട് ഇന്നലെ കയ്യിൽ മഞ്ചാ, ഡയറി മിൽക്കാ മഞ്ച്. കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ ബട്ടറൊക്കെ ഉണ്ട്. അപ്പം ഇതും കഴിച്ചിട്ട് മെല്ലെ തെറിക്കട്ടെ. കഴിഞ്ഞിട്ട് ഭയങ്കര നല്ല മനുഷ്യൻ. തോഹൻ്റെ കാലിന്മേ ചെറിയൊരു പഴയ മുറി ഉണ്ടായിരുന്നു, അത് അവൻ തോലിങ്ങനെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടുന്ന് ഡെറ്റോളിൻ്റെ സ്പ്രേയും അതേപോലെ തേക്കാനുള്ള ഓയിൽമെൻറ്റും ഒക്കെ കൊടുന്നു കൊടുത്തിട്ടാ. അതൊക്കെ തേച്ച് ഇനി മെല്ലെ നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഓൾമോസ്റ്റ് രാത്രി ആവാനായി, 4 മണിയായി. सारे सहने नजारे हैं, सोए सोए वक्त के नारे हैं, और दिल में कोई खोई सी बातें हैं. ओ कहने को जश्न बहारा है, इश्क ये देख के हैरा है. कहने को जश्न बहारा है, इश्क ये देख के हैरा है. फूल सी खुशबू खफा खफा है गुलशन में. നമ്മൾ പെബിൾസ് ബീച്ച് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇതെന്താ ഒരു പുഴയും തോന്നുന്നു, ഫുള്ള് നല്ല ഉരുളൻ കല്ല് പെബിൾസ് ഇട്ടാ. ഇത് രസമാണ് കാണാനിത്. ഇത് വെള്ളം കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലാവട്ടാ. ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ അതിൽ ഫുള്ള് വെള്ളം ഉണ്ടാവും. അപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാവും. പൊളിട്ടാ. സൂര്യൻ അസ്തമിക്കാനായി. സമയം 6:40 നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ബോർഡറിൽ നിന്നൊരു 30 കിലോമീറ്റർ ഓടി. ഞാനിപ്പോൾ ഏകദേശം 67 കിലോമീറ്റർ ഒന്ന് ചവിട്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഒരു 4-5 കിലോമീറ്ററും കൂടി ചവിട്ടുള്ളൂ. എവിടെയെങ്കിലും സ്റ്റേ കിട്ടി അവിടെ നിൽക്കാമെന്നുള്ള പരിപാടിയിലാണ്. നാളെ ജമ്മു വിട്ട് പോകണം. ജമ്മു വിട്ട് കുറച്ചും കൂടി നാളെ റൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്റ്റേ നോക്കട്ടെ. ഇവിടെ അതൊരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇന്നലെ കഷ്ടപ്പെട്ടമാതിരി കഷ്ടപ്പെടാതിരിക്കട്ടെ. എന്നുവെച്ചാൽ കുറേ സ്ഥലത്ത് ചോദിച്ചിട്ട് എവിടെ സമ്മതിക്കാത്തൊരവസ്ഥ. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, സമ്മതിച്ചാൽ മതിയായിരുന്നു. സമ്മതിക്കൂടാ, അറിയില്ല, ചോദിച്ചു നോക്കാം. ആ ടെൻറ്റിൽ അവർ സമ്മതിച്ച്. പക്ഷേ നമ്മൾ മുന്നേ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു പമ്പിൽ നിന്നിട്ട് ഈ രാത്രി വരുന്ന ആൾക്കാർ നമ്മളിങ്ങനെ വിളിച്ച് ശല്യം ചെയ്യും. പെട്രോൾ അടിച്ചായെന്ന് പറഞ്ഞിട്ട് ടെൻറ്റ് വന്ന് മുട്ടും. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എത്ര പ്രാവശ്യം എണീക്കും. അവർ 10 മണിയാകുമ്പോഴത്തേന് മേലെ പോയി കിടക്കുന്നും പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. പെട്രോൾ പമ്പ് ആ കാണുന്നുട്ടാ, ആ കാണുന്നതാണ് പെട്രോൾ പമ്പ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു സ്ഥലം കിട്ടി, അടിപൊളി നല്ല ഒഴിഞ്ഞ സ്ഥലം. അപ്പോൾ ഒന്നും നോക്കിയില്ല, തൊട്ടപ്പുറത്ത് കുറേ ദാബിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും നോക്കിയില്ല, ഇവിടെ സെറ്റായി. സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരുമിച്ച് അങ്ങ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. സെറ്റില്ല മോനെ? ആ ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, മെല്ലെ മെല്ലെ ചെയ്താൽ മതി. നമുക്ക് ദാബയിൽ കുറച്ച് നേരം പോയിരിക്കും, ഒരു ചായ ഒക്കെ കുടിച്ചിരിക്കാം. ഏത് എൻ്റെ ഫ്രണ്ടിലത്തെ ബാഗ് എടുത്തോ? അല്ല ഫ്രണ്ടിലത്തെ ബാഗ് എടുത്തോ? അത് മാത്രം മതി. വേറെ എന്താ ഇപ്പോൾ എടുക്കതി വന്ന്? ഇവിടെ വെച്ച് അതിനെന്താ ഇപ്പോ ലോക്ക് ചെയ്തിട്ടാ മതി. ഇല്ല ഒരു സീനും ഇല്ല. അപ്പോ നാളെന്താ പരിപാടി? നാളെ നേരെ ജമ്മു അടിക്കണം. ജമ്മു കഴിഞ്ഞു പോണം. ഉദംപൂരിലെ ഉദംപൂർ എത്തൂല, ഉദംപൂരിന്റെ ജമ്മുവിന്റെ ഇടയിൽ മാക്സിമം പറയാം. ഉദംപൂരിന്റെ ജമ്മുവിന്റെ ഇടയിലാട്ടോ നാളത്തെ ഡെസ്റ്റിനേഷൻ. ഇവിടുന്ന് ആകെ ഇനി ഒരു 55 കിലോമീറ്റർ ഉള്ളൂ ജമ്മുക്ക്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഉച്ചൻ്റെ ഉള്ളിൽ കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒരു 70 കിലോമീറ്റർ ഉദംപൂർ, അതിലൊരു 10-40 കിലോമീറ്റർ അടിച്ചിട്ട് നിർത്താമെന്നുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ശ്രീനഗർ എത്തിട്ടാ. പൊളി
സന്തോഷം. എനിക്ക് മറ്റേ പങ്കായം പിടിച്ചിട്ട് ഉദാസേ ജന്നത്ത് ഹേ മേരി ഇത് കേക്കില്ല ഇവന് സൈക്കിളും ഇരുന്നിട്ട് തോണി തഴയലാട്ടോ പണി. കശ്മീരിൽ കയറിയതിന് ശേഷം ഭയങ്കര സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞാല് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഭയങ്കര മനസ്സിലൊരു സമാധാനവും, ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ അത് നമ്മളെ വീട്ടിലെത്തിയ പോലെയല്ലേ. അതന്നെ അതന്നെ. പിന്നെ പറഞ്ഞാൽ ഇനിയിപ്പോ ഒരു 8 ദിവസം, ഒരു 8-9 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പല വഴിക്കാവട്ടാ. എല്ലാരും പല വഴിക്കാവും. ഞാൻ വരെ കാണാൻ. പിന്നെ നാട്ടിലെത്തിയിട്ട് നമ്മള് മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ അടുത്ത് തന്നെ അല്ലേ. വേറെന്താ, വേറെന്തെങ്കിലും പറയണ്ട? എനിക്കെന്തെങ്കിലും പറയണ്ട? അത്രേ ഉള്ളൂ. ആഗ്രഹങ്ങളൊക്കെ നേടട്ടോ. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആഗ്രഹങ്ങൾ നേടാം. അതിൽ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിത് 2 വർഷം കൊണ്ട് പ്ലാൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഇപ്പൊ 2 വർഷം ട്രൈ ചെയ്തപ്പോ കിട്ടി. ഞാൻ പറയട്ടെ, ഞാൻ ഇറങ്ങണത് എനിക്ക് ഇറങ്ങണേന് ഒരാഴ്ച മുന്നേ എനിക്ക് ഉറപ്പില്ല. ഇന്ന് അന്നിറങ്ങാൻ തലേദിവസം പ്ലാൻ ചെയ്ത് നാളെ പോണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് വിചാരിക്കുന്ന ഫിക്സ് ആയത്. അതുവരെ ഒരു പ്ലാൻ ഇല്ല, പോവാൻ പറ്റും വീട്ടുകാരോട് അങ്ങനെ വലിയ. അതാ നിന്നെ ഉപ്പ പറഞ്ഞത്, അവന്റെ ഒന്നും ഉറപ്പില്ലായിരുന്നു. നമ്മളെന്തെങ്കിലും കാര്യം ഇവന് റൂട്ട് മാപ്പ് എല്ലാം ഇങ്ങനെ പറഞ്ഞത്. ഇവനെ ഉറപ്പുണ്ടായിരുന്നില്ല, എന്നാലും എനിക്ക് ഉറപ്പാവുള്ളൂ. ഇവനെ വിളിക്കും പറയും 15-ാം തീയതി പോവാ. 15-ാം തീയതിക്ക് ഒരു 5 ദിവസം മുന്നേ വിളിക്കും പറയും ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് പോവാം. 15-ന്ന് ഒരു 20 പോവാ. അങ്ങനെ ഇങ്ങനെ കൂട്ടി ലാസ്റ്റ് 15-ാം തീയതി ആയി. ഓഗസ്റ്റ് 15-ാം തീയതി നമ്മ എന്തായിരുന്നു പോണ പ്ലാൻ? ജൂലൈയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഓഗസ്റ്റ് മുന്നത്തെ മാസം പോണം. ജൂലൈയില് ഇവന് മാറ്റ പ്ലാൻ. എന്റെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ മാർച്ചിൽ പോകാൻ പ്ലാൻ ഇട്ടതാ. അപ്പോഴാണ് പിന്നെ കൊറോണന്റെ വിഷയം വന്നത്. ഒന്നും കൂടി ലോക്ക്ഡൗണിന്റെ പ്രശ്നം വന്നില്ല. അതിൽ പിന്നെ ലോക്കായതാ. പിന്നെ ഞാൻ വിചാരിച്ച് ഇനി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപാടി നടക്കൂല. ഞാൻ ഈ 2 വർഷമായിട്ട് ഓരോ കാര്യങ്ങളെ കൊണ്ട് ഇങ്ങനെ പ്ലാന് മാറി പോയിട്ട് ഇനി പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നടക്കൂല എന്നുള്ളൊരു മൈൻഡ് വന്നപ്പോൾ ഇറങ്ങിയതാട്ടോ. സോ ഹാപ്പി. ഇത്രയും എത്തി നമ്മൾ 3200 കിലോമീറ്ററിൻ്റെ മേലെ ആയിട്ടോ അപ്പോൾ നമ്മളെ റൈഡ്. സോ ഹാപ്പി. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ശരി, നാളെ കാണാം. നാളെ കാണാൻ പറഞ്ഞ അപ്പൊ ശരി, നാളെ കാണാം. അപ്പൊ ശരി, നാളെ കാണാം. മറ്റന്നാൾ കാണാം. ശരി.